ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ്. എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ നമ്മുടെ വോക്സ്വാഗൺ ടിഗ്വാൻ എയർലൈൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ്, കേരള ലോഞ്ചാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ EVM മോട്ടോഴ്സാണ്. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം. ഇന്നപ്പോൾ അതിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. പറ്റിയാൽ ഇന്നൊരു വേറെ ഈ മ്യൂസിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വാക്ക് റൗണ്ടും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അകത്ത് പോയി അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. Tiguan started its journey from 2007 onwards. It carved its path from the day one itself, making a much more bolder statement of new advanced style, performance and safety features. I would like to use this opportunity to thank all our customers because we are Ajitha പറഞ്ഞ പോലെ നമുക്ക് almost we are the dealer for 20 more renowned brands and Volkswagen was the first four-wheeler brand of EVM portfolio. 5, 4, 3, 2, 1, and 0. Presenting for you the all-new Volkswagen Tiguan Arline. യെസ്, അപ്പം നമ്മുടെ ടിഗ്വാൻ എയർലൈൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് റൗണ്ടായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് പക്ക ഒരു സ്പോർട്ടി എലമെൻറ്റ് എയർലൈൻ ആ ഒരു ടാഗ് ലൈൻ വന്നേക്കുന്ന പോലെ തന്നെയാണ്. ആ ഒരു പക്ക ഒരു സ്പോർട്ടി എലമെൻറ്റ് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്, സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം, സൈഡ് സെൻസേഴ്സ് ഉണ്ട്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ആ ഒരു LED ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തേക്കുന്നത്. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRLs ആണ് പോയിരിക്കുന്നത്. വോക്സ്വാഗണിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് സെൻറ്ററിൽ കാണാം. അത്യാവശ്യം നല്ലൊരു മാസീവ് പ്രസൻസ് തന്നെ വെഹിക്കിളിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നാലും എയർ ഡാം ആണെങ്കിലും നല്ല വൈഡായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ക്രോം സ്ട്രിപ്പ് പോലെ ഒരു ഭാഗം പോയിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2017 നമ്മുടെ ഈ ഒരു ടിഗ്വാൻ ഇന്ത്യയിൽ ആദ്യമേ വരുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോഴാണ് ഒരു 3rd ജനറേഷനാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ടിഗ്വാൻ എയർലൈനാണ് വന്നിരിക്കുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീൽ ആർച്ചസ് ഒക്കെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. 19 ഇഞ്ച് അലോ വീൽസ് ആണ് വന്നിരിക്കുന്നത് വെഹിക്കിളിൽ. ഓൾമോസ്റ്റ് 4.5 മീറ്ററോളം ലെങ്ത് വരുന്നൊരു വെഹിക്കിളാണ്. ഇവിടെ നമുക്ക് R എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ വെഹിക്കിളിൻ്റെ ഒരു സൈഡ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിഞ്ഞിറങ്ങുന്ന രീതിയിലാണ്. ബാക്കിലേക്ക് ഒരു സ്ലോപ്പായിട്ടുള്ള രീതിയിലാണ് റൂഫ് ലൈൻ വന്നേക്കുന്നത്. നമുക്കൊരു ബ്രിഡ്ജ് ടൈപ്പ് രീതിയിൽ വരുന്നത്, നമുക്കൊരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അത്യാവശ്യം സോളിഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു കോർണർ സെൻസേഴ്സൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഫുള്ളി LED ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ടൈപ്പായിട്ടുള്ള രീതിയിൽ തന്നെ വരുന്നത്. നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു എയർലൈൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പോർട്ടി ഒരു എസ്തറ്റിക് ലുക്സാണ് വെഹിക്കിളിനും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും കൊടുത്തേക്കുന്നത്. അതെ, ഇവിടെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ആ ഒരു സെൻസേഴ്സ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബമ്പറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് ആണ് വെഹിക്കിൾ വരുന്നത്. ടിഗ്വാൻ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ വാഷങ്ങളുള്ള കാര്യങ്ങളുണ്ട്. മുകളിലൊരു ഷാർക്ക് ഫിൻ ആൻഡിന് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ ഡിസൈൻ പറയാനുള്ളത്. യെസ്, നമ്മുടെ ടിഗ്വാൻ എയർലൈൻ്റെ ആ ഒരു ഇൻറ്റീരിയർ എന്ന് ഒരു രക്ഷയില്ല. പക്ക സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് ഇരുന്ന ഈ ഒരു 15 ഇഞ്ച് സ്ക്രീനാണ്. അതിൽ നമുക്ക് ഇപ്പോഴത്തെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിന് 15 ഇഞ്ചാണ് വരുന്നത്. പിന്നെ എൻ്റെ ഇവിടോട്ട് നോക്കി കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു R എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. 30+ ആംബിയൻ ലൈറ്റ്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. അവിടെ ഡോറിൻ്റെ അവിടോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ മേളിൽ ആ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. വെഹിക്കിളിനുള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ R ലൈൻ എന്ന് പറയുന്ന ആ ഒരു സ്പോർട്ടി ഫീൽ എല്ലാ രീതിയിലും തരുന്ന
ഒരു ഫീല് തന്നെയാണ് വെഹിക്കിളിന് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ദെൻ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതിന് താഴെയായിട്ട് 2 വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് കൊടുത്തിരിക്കുന്നതാണ്. Type C പോർട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് അത് നമുക്ക് ആ റൊട്ടേറ്റിംഗ് നോബിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കപ്പ് ഹോൾഡർ ആയിട്ടുള്ള രീതിയിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് അവിടെയും കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സീറ്റ് തന്നെയാണ്, എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു 6 എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തേക്കുന്നതാണ്. ഒരു ബ്ലൂ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പക്ക ഒരു റേസിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല ബോൾസ്റ്റേഴ്സൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. വോക്സ്വാഗൻ്റെ ഒരു ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മൾ വെഹിക്കിളെല്ലാം കാണുന്ന പോലെ ക്രൂസ് കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കീ അവൈലബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും നമുക്ക് കോ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും മസാജ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലി ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ പെഡലൊക്കെ നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ഡ്രൈവ് വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊക്കെ കാണിക്കുന്നതാണ്. പെഡലൊക്കെ ആ ഒരു സ്പോർട്ടി പെഡലാണ് യൂസ് ചെയ്തേക്കുന്നത്. മെറ്റൽ പെഡൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഡോറിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട് വെഹിക്കിളിൽ. യെസ്, അപ്പോൾ നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് ആ ഒരു ബോൾസ്റ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംറെസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നതാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ 2 AC വെൻസ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെയും Type C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ ഇവിടെ വരെ നമുക്ക് ആ ഒരു പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മുടെ ഈ ഒരു ടിഗ്വാൻ R-Lineൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് ടിഗ്വാൻ്റെ ഒരു എൻജിൻ സ്പെക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ലിറ്റർ TSI എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 204 PS പവറും 320 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവ് വീഡിയോ കൊണ്ടുവന്നായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളെല്ലാം പറഞ്ഞു പോകുന്നത്. ഡൈനാമിക് ഷാക്സി കൺട്രോൾ അങ്ങനെയുള്ള നല്ല കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ഡ്രൈവ് വീഡിയോ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോ ഒന്നും അതിൽ ഇന്നിപ്പോൾ ഒരു ജസ്റ്റ് കേരള ലോഞ്ച് മാത്രമാണ് ഇപ്പം നമുക്ക് നടന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അല്ലെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ EVM X1 കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു സോ മച്ച്.